പ്രതികരിക്കുന്ന അറിയാൻ പറ്റില്ല. മനുഷ്യത്വമില്ലാത്തവരോട് മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കൂടി കണ്ണേട്ടനെ ചതിച്ചനെ കണ്ണേട്ട് ചിന്തിക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ആ മഹാരഹസ്യം പൊട്ടി പുറപ്പെടുവിക്കുന്നു. അതേ കൂട്ടുകാരെ, ഇത്രയും ദിവസം നമ്മുടെ പ്രതാപൻ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ അറിയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ മറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ദുർഗാമ്മയും ഉണ്ണിയും അറിയുകയാണ് കണ്ണന്റെ കാലിന് സ്വാധീനം കിട്ടിയ കാര്യം. അതെ ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തായാലും എന്തിനായിരിക്കും തൻ്റെ അച്ഛൻ എന്നെ കാണണമെന്ന് പറയുന്നേ. പ്രതാപം വീണ്ടും ഫോൺ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കര പേടി, കണ്ണേട്ടൻ ഇത് അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്നൊന്നും ഒരു പിടിയില്ലാതെ നിൽക്കും. അപ്പൊ ലേഖ ഇങ്ങനെ പറഞ്ഞ് കൂടുതൽ പേടിപ്പിക്കുന്നുണ്ട്. അതായത് ആ സംഭവം നടക്കുമ്പോൾ മഹിയും കൂടി അതിന് സാക്ഷിയാണ്. അപ്പോൾ കണ്ണേട്ടൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലേഖയും മഹാലക്ഷ്മിയെ കണ്ണനോട് പറയുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുവാണ് കേട്ടോ, എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ലല്ലോ. അപ്പൊ ഫോൺ വിളിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണൻ അത്യാവശ്യം ദേഷ്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നീടാണ് നമ്മുടെ ദുർഗാമ്മ ചായയായിട്ട് വരുമ്പോൾ നോക്കുമ്പോൾ വീൽ ചെയർ മാത്രം ഉണ്ട് അവിടെ. ബാത്റൂമിലും കണ്ണനില്ല, കട്ടിലും കണ്ണനില്ല. അപ്പൊ പിന്നെ കണ്ണൻ എവിടെ പോയി എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഉണ്ണി വരുന്നുണ്ട്. അപ്പൊ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലമ്മേ അയാൾക്ക് കാലിന് സ്വാധീനം കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ മുറിയിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി കണ്ണൻ എങ്ങാനും പെട്ടുപോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കണ്ണൻ ബാൽക്കണിയിൽ ഉണ്ടാവുകയെ. അപ്പൊ കണ്ണൻ ബാൽക്കണിയിൽ നിന്ന് ഇവരെ കണ്ടിട്ട് ഇങ്ങനെ അവിടെ ഒളിച്ചു പതുങ്ങിയിരിക്കും കേട്ടോ. ഇനി ഇവരുടെ മുന്നിൽ കണ്ണൻ പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? കാത്തിരുന്ന് എന്നെ കാണട്ടെ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.